നെൽസൺ മണ്ടേല ഇന്ന് നമ്മൾ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. നീണ്ട 27 വർഷക്കാലം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു കാലത്തിനിടയിൽ സ്വന്തം മാതാവ് മരണപ്പെടുന്നു, സ്വന്തം മകൻ മരണപ്പെടുന്നു. പക്ഷെ അതിനൊന്നും അദ്ദേഹത്തെ പുറത്തേക്ക് അന്നത്തെ അധികൃതർ അയക്കുന്നില്ല. അപ്പോൾ എന്തിനാണ് നെൽസൺ മണ്ടേല ജയിലിൽ അടക്കപ്പെട്ടത്? അന്നത്തെ ആഫ്രിക്കൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയതിന് വേണ്ടി. അന്നത്തെ ഭരണകൂടം വളരെ ക്രൂരമായ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ യുവാക്കളോട് സമരാഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു നീണ്ട 27.5 വർഷക്കാലം ജയിലടച്ചിട്ടുള്ളത്. ഇത്രയും കാലം അതിനുള്ളിൽ കിടന്നിട്ടും അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ചിന്തിച്ചത് പ്രതികാരമായിരുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല. എങ്ങനെയും ഒരു സമാധാനപരമായിട്ട് ശാന്തതയിലൂടെ അദ്ദേഹം കടന്നുപോയി. പിന്നീട് ദക്ഷിണാഫ്രിക്കയിലെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം മാറുകയുണ്ടായത്. ആ കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ജനാധിപത്യം എന്ന ആശയം അവിടേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പിന്നീട് ദക്ഷിണാഫ്രിക്ക കണ്ട ഏറ്റവും വലിയൊരു വിപ്ലവത്തിൽ ഇതൊരു കാരണമായി തീർന്നിട്ടുണ്ട്. ഇതേ ഒരു ശാന്തത എന്ന് പറയുന്ന ആ ഒരു കോർ തന്നെയാണ് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും പ്രതിഫലിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഗാന്ധിജിയുടെ പേര് പറയുമ്പോൾ തന്നെ അഹിംസ എന്നാണ് ഓർമ്മ വരിക. അപ്പോൾ അവർ ഈ അഹിംസ കൊണ്ട് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗാന്ധിജിയുടെ ഒരു ചരിത്രം, ഒരു കഥ കേൾക്കാൻ കഴിയും. ഇപ്പോൾ ഗാന്ധിജീനെ ഒരാൾ വന്നിട്ട് ഒരു കവളത്തേക്ക് അടിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കവള് കാണിച്ചു കൊടുത്തിട്ട് ആ അടുത്ത അടി കൂടി സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പറയുമ്പോൾ അടിച്ച ആൾ പോലെ പതറിന് പോകുന്നൊരു സാഹചര്യമാണ്. അതെ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു മാസ് കാട്ടിയിട്ട് ഒരു ശാന്തതയെ അതിലൂടെ ഒരു ശാന്തത കാണിക്കുക എന്നുള്ളത്. ഈ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞപ്പോൾ ദണ്ഡി സമരമായുള്ളൊരു സന്ദർഭം ഓർമ്മയിലാണ്. കാരണം ഉപ്പ് ഒരിക്കലും ഉപയോഗിക്കരുത് എന്നുള്ള ബ്രിട്ടീഷ് സർക്കാർ ജനങ്ങളോട് പറയുമ്പോൾ മഹാത്മാഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്ക് ഒരു കൂട്ടം ആളുകളായിട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഉപ്പ് ഒരു പിടി വാരി ഉയർത്തണം. ശരിക്കും അതൊരു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് രാജ്യം എന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ അത്രയും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഒരു അസ്ഥിവാരം തന്നെ ഈ ഒരു മെലിഞ്ഞ ഒരു മനുഷ്യൻ തോന്നുന്ന പോലെ നമുക്കത് ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതിലൂടെ ഈ രണ്ടാളുകൾ, അതായത് നെൽസൺ മണ്ടേല അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജി, ഇവർ രണ്ടുപേരും മുന്നോട്ട് വയ്ക്കുന്നത് ശാന്തത, നോൺ വയലൻസ്, അഹിംസ എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഇന്ന് വയലൻസ് ആകുന്നൊരു സമൂഹത്തിൽ ഇവരുടെ ഈ ആശയത്തിന് എന്തുകൊണ്ടും വളരെയധികം പ്രാധാന്യമുണ്ട്. അതെ. ഇപ്പോൾ എപ്പോഴും വയലൻ്റ് ആയിരിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടിരിക്കും. ഒരു പുതിയ തലമുറയുടെ പ്രത്യേക ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ വയലൻ്റ് ആയിരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചില്ലായി പറയുമ്പോൾ എപ്പോഴും ഒരു റിബൽ എന്നുള്ള മോഡിൽ എപ്പോഴും വയലൻ്റ് ആയിരിക്കാനുള്ള ഒരു മൂഡിലാണ് അവരുണ്ടാവുക. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഓരോ വ്യക്തിയും ഇപ്പോൾ ഈ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞ പോലെ ഓരോ വ്യക്തിയിലും ഈ ശാന്തതയുടെ ഒരു ആ സൗന്ദര്യാത്മകത അത് വലിയൊരു ഇതാണ്. അത് കടന്നു വരണം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ശാന്തത, അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഒരു ശാന്തത നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോവുക. ആ നടന്നു പോകുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട് കൂടെ. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ തോളിലൊരു തട്ടുണ്ട്, നെജറാനിൽ നിന്ന് കൊണ്ടുവന്ന, അത് ഇങ്ങനെ പ്രത്യേകം വിശേഷിപ്പിച്ച് പറയുന്നതാണ്. ഒരു നല്ല കട്ടിയുള്ള തട്ടാണ്. അപ്പോൾ ആ തട്ടം പിന്നിൽ നിന്നൊരു അറാബി വന്നിട്ട് ഒരു വലിക്കുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നേർമയാർന്ന അവിടുത്തെ തൊലിമ ഒരു പാട് തീർക്കണം. അപ്പോൾ അത്രയും വേദനിച്ചുകൊണ്ടുള്ള ആ ഒരു സാഹചര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആ സംയമനം, ആ ഒരു ശാന്തത പാലിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തോട് എന്താണ് തൻ്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ പരുഷമായിട്ട് പറയാണ്, നിങ്ങളുടെ അടുക്കലുള്ള ധനത്തിൽ നിന്ന് എനിക്ക് തരാൻ വേണ്ടി കൽപ്പിക്കൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ, ഈ വേദനയും അതുപോലെ തന്നെ ഈ പരുഷമായുള്ള സംസാരം, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ ഒരു ശാന്തതയുടെ വളരെ കാമായിട്ട് റസൂലുള്ള അവിടെ പിടിച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടത് കൊടുത്തുകൊണ്ട് പിരിച്ചുവിടുകയാണ്. അതെ. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുമ്പോൾ ഈ ശാന്തതയെ അറിയിക്കുന്നതാണ് ഹുദൈബിയ സന്ധിയിലൊരു സംഭവം. അതായത് ഇസ്ലാമിന് പൂർണ്ണമായി എതിരായ ഒരു നടപടിയായിട്ട് കൂടി
സ്വഹാബാക്കൾ പോലും പറഞ്ഞു റസൂലുള്ളാഹി മുത്തനബി എന്തിനാണ് ഇത്തരം ഒരു ഇതിൽ ഒപ്പുവെക്കുന്നത്, കരാറിൽ ഒപ്പുവെക്കുന്നതിനോട് ചോദിക്കുകയാണ്. എന്നിട്ടുള്ള റസൂലുള്ള പറഞ്ഞത് അത് ഏറ്റെടുത്തു. ഹുദൈബിയ സന്ധി അത് നടന്നോട്ടെ എന്ന് കരുതി. അപ്പോൾ എല്ലാവരും അതിനൊരു വിമർശനാത്മകമായി കണ്ടപ്പോൾ പിന്നീട് അതിൻ്റെ ഫലം തെളിഞ്ഞത് മക്കം ഫത്തഹിലാണ്. ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്തഹിൽ ആ ഒരു രംഗമുണ്ട്, മക്കയിലേക്ക് പോകുന്ന ഒരു രംഗം. അതായത് മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നബി തങ്ങളെ പറഞ്ഞയച്ചത് എങ്ങനെയാണ്? ആക്രമിച്ചുകൊണ്ട്. വളരെയധികം ഒരു ദുർഘടമായൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്കൊന്നും ഒരു സാഹചര്യം ആലോചിച്ചേക്കാം. 10,000-ങ്ങളോളം വരുന്ന സ്വഹാബാക്കൾ, ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ അന്നത്തെ മക്കക്കാർ പേടിക്കണം, റസൂലുള്ള എന്തെങ്കിലും ഞങ്ങൾ ചെയ്യും, കാരണം നമ്മൾ അങ്ങനെയുള്ള പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് ആലോചിച്ചിട്ട് റസൂലുള്ളാഹി നബി തങ്ങൾ വന്നിട്ട് അവരോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ സഹോദരനാണ്, നല്ലത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ള പറയാണ്, തസ്രീബ അലൈക്കുമല്ലോ, നിങ്ങളെ ഞാൻ വെറുതെ വിടുകയാണ്, നിങ്ങളെ മേലെ ഒന്നും ഞാൻ ഏൽപ്പിക്കുന്നില്ല എന്ന നിലക്ക്. അവിടെ ഒരു ചോരപ്പുഴ തന്നെ ഒഴുക്കാമായിരുന്നിട്ട് ഒരു ശാന്തതയുടെ ഒരു സമീപനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത്. ഇതിലൂടെ ലോകത്ത് നൽകുന്ന ഒരു ആശയമുണ്ട്. അതായത് ശാന്തതയിലൂടെയാണ് യഥാർത്ഥ വിപ്ലവങ്ങളും സമാധാനത്തിലൂടെയാണ് യഥാർത്ഥ വിപ്ലവങ്ങൾ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നത്. അതായത് അക്രമാസക്തമായിട്ടും അതുപോലെ തന്നെ പ്രഹസനാത്മകമായിട്ടൊക്കെ ലോക ചരിത്രത്തിൽ ധാരാളം രാജാക്കന്മാർ ഓരോ സ്ഥലങ്ങൾ കീഴടക്കാൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇസ്ലാമിൻ്റെ വ്യാപനത്തിനാണെങ്കിൽ പോൽ തന്നെ രാജാക്കന്മാർ ഓരോ സ്ഥലത്തിലേക്ക് ചെന്ന് അവിടെയുള്ള ആളുകൾ ആക്രമിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങൾ ആക്രമിച്ച് ആ സ്ഥലം കീഴടക്കും. പക്ഷേ ഒരു പറയാനുള്ളത്, ഇത്തരത്തിൽ വാളുകൾ കൊണ്ട് പിടിച്ചടക്കപ്പെട്ടുള്ള സ്ഥലങ്ങളെല്ലാം മറ്റൊരു വാളുകൾ കൊണ്ട് തിരിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും, അതായത് ഇപ്പോൾ ആ രാജാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു രാജാവ് വരുന്നു, ആ സ്ഥലം കീഴടക്കുന്നു. അപ്പം അതിലൊന്നും ഒരു നീണ്ടുനിൽപ്പോ അതിൻ്റേതായ സമയം എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ അക്രമാസക്ത പ്രവർത്തനങ്ങളല്ല, യഥാർത്ഥത്തിൽ ഒരു ശാന്തതയും സമാധാനപരമായ സമീപനങ്ങളാണ് ലോകത്ത് വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന്. ഇനി യുദ്ധങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇസ്ലാമിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചെന്ന യുദ്ധത്തിൻ്റെ നിയമങ്ങൾ, യുദ്ധത്തിലടക്കം നിയമങ്ങളുണ്ട്. അതായത് അവിടെയുള്ള വൃക്ഷങ്ങൾ നശിപ്പിക്കരുത്, അതുപോലെ തന്നെ കുട്ടികൾ, സ്ത്രീകൾ, അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾ, ഇവരൊന്നും ആക്രമിക്കരുതെന്ന് മുത്തനബി പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ യുദ്ധങ്ങൾക്ക് പോലും നിയമങ്ങൾ വെച്ചുകൊണ്ട് അവിടെ പോലും ഒരു ശാന്തമായ സമീപനം മുത്തനബി നമ്മളിലൂടെ ഈ ഒരു ഇതിലൂടെ കൊണ്ടുവരികയാണ്. ഇതെല്ലാം ലോകത്തിന് നൽകുന്ന ഒരു പാഠം എന്താണ്? ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വളരെയധികം ഒരു വലിയൊരു രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ പറയുമ്പോൾ ശാന്തത എന്നുള്ള ഒന്ന് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ശാന്തതയല്ല, ഈ ഇത്രത്തോളം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ കാര്യം പരിശോധിക്കുമ്പോൾ നമ്മളെ ഇന്ത്യയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വലിയ സമാധാനപരമായിട്ടുള്ള ഒരു സമരം നടത്തുകയാണ്. ആ സമരത്തെ അടിച്ചമർത്താൻ അവർ ഉപയോഗിച്ച CJP സമരം, അത് അവർ ഉപയോഗിച്ചത് ആണി തറച്ചിട്ടുള്ള ലാത്തികൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അതുപോലെ ടിയർ ഗ്യാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അടിച്ചമർത്താൻ നോക്കുമ്പോൾ അപ്പോൾ അത്രത്തോളം ഇത് വിദ്യാർത്ഥികളെയാണ് അടിച്ചമർത്തുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, ഇനി ഗസയുടെ കാര്യം പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചിട്ടുള്ള യുദ്ധ നിയമങ്ങളുണ്ട്. അവിടെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുദ്ധ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനൊന്നും യാതൊരു വിധ വിലയും കൽപ്പിക്കാതെ ഈ കണ്ട രാജ്യങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിയിട്ട് അവർ അവിടുത്തെ സ്കൂളുകളുടെ മേലിലും ആശുപത്രികളുടെ മേലിലും അതുപോലെ തന്നെ എന്തിനും ഈ കുട്ടികളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വരെ മിസൈലുകൾ ബോംബുകളും വർഷിക്കുകയാണ്. അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ, ഈ ഒരു സംഭവം ഈ അടുത്ത് കേൾക്കുന്നുണ്ടായി, ഈ ഒരു പാലൂട്ടുന്ന ഒരു ഉമ്മ, ആ ഉമ്മയുടെ കുട്ടിയുടെ തലയുടെ നേർക്ക് വെടിയുതിർത്ത ഒരു സംഭവം. അത്രത്തോളം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അത്രത്തോളം ശാന്തതയുടെ ലാക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നതിന് വേണ്ടിയാകട്ടെ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയാകട്ടെ, എന്തിനാണെങ്കിലും
ഒരു മനുഷ്യത്വത്തെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ അതിന് വലിയൊരു ഉദാഹരണം നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഇന്ത്യയിൽ വലിയൊരു മതകീയ വിപ്ലവം നമ്മുടെ ഹാജാതങ്ങൾ കൊണ്ടുവന്ന ഒരു മതകീയ വിപ്ലവം അത് വന്നത് ഒരു കുഞ്ഞിന് പോലും അവിടെ ഒരു പോറലേൽക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രത്തോളം ആ സൂഫിസം മുന്നോട്ട് വെക്കുന്ന ഒരു ശാന്തതയുടെ അതിൻ്റെ ഒരു വലിയ മഹത്തായ ഒരു ആശയമുണ്ട്. അതാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ട് ഇതേപോലെ തന്നെ ഗസാലി ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ മഹാനവറുകൾ തുമഇനിയത്ത് ട്രാങ്കുലിറ്റി യഥാർത്ഥ സമാധാനം എന്നുള്ളൊരു ആശയം പങ്കുവെക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു ഉപമ പറയുന്നുണ്ട്. അതായത് കോപം കൊണ്ട് കോപത്തിൻ്റെ തിരമാലകളിൽ ഇടപഴകുന്ന ഒരാൾക്ക് ഒരിക്കലും ആഴക്കടലിലുള്ള സമാധാനത്തിൻ്റെ ശാന്തതയുടെ ആ ഒരു പവിഴമുത്തുകൾ കണ്ടെത്താൻ കഴിയുകയില്ലെന്ന്. എന്തൊരു മനോഹരമായൊരു രൂപമാണത്. ശരിക്കും ശാന്തത എന്നുള്ളത് അതിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കോപം അത്തരത്തിലുള്ള ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു സ്വഭാവം നമ്മൾ തീർച്ചയായും മാറ്റിവെക്കേണ്ടതുണ്ട്. ഇത് ഖുറാനിൽ തന്നെ പറയുന്നതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതായത് അള്ളാഹുവിനെ ഓർക്കുന്നതിലാണ് യഥാർത്ഥ ശാന്തത നമ്മൾ കൈവരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മഹാന്മാരെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ശാന്തത കൈവരിച്ചവരായിരുന്നു. ആ ഒരു ശാന്തതയാണ്. ഇപ്പോൾ ഒരു പണ്ഡിതൻ്റെ ഒരു കഥ പറഞ്ഞേക്കാം. ഇപ്പോൾ ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഒരാൾ വന്ന് വലിയ നിരന്തരം ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒന്നും ഉണ്ടുന്നില്ല. അവൻ അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ കുറേ സമയം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് വിട്ടുമാറിയപ്പോൾ അദ്ദേഹം ഈ പണ്ഡിതൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഒന്നും ഉണ്ടാത്തത്, ഇങ്ങനെ നിശ്ചലനായി നിൽക്കുന്നത്? അപ്പോൾ ആ പണ്ഡിതൻ പറയുമ്പോൾ, നിങ്ങളൊരു സമ്മാനം എനിക്ക് തന്നു, അപ്പോൾ ആ സമ്മാനം ഞാനല്ലാതെ പിന്നെ വേറെ ആരാണ് സ്വീകരിക്കുക എന്നുള്ളത്. ശരിക്കും ഇത്തരത്തിലുള്ളൊരു മോശമായൊരു സ്വഭാവത്തെ പോലും അവരുടെ ആ ശാന്തമായ സമീപനത്തിലൂടെ നേരിട്ടുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുകയാണ്. തൻ്റെ ശത്രുവിനെ പോലെ പരാജയപ്പെടുത്താനുള്ളൊരു കാരണമായിട്ട് ഇവിടെ ശാന്തത. ശരിക്കും ഇതാണല്ലോ യഥാർത്ഥ വിജയം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ലോകത്തിന് തൻ്റെ ശാന്തതയിലൂടെ നൽകിയതും ഇത്തരത്തിലുള്ളൊരു വലിയ പാഠാണ്. ഇതാണ് യഥാർത്ഥ വിജയവും ഇതാണ് യഥാർത്ഥ ശാന്തതയുടെ താളവും.